ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എഴുതിയ ദ ഗ്ലോറീസ് ഓഫ് മേരി അഥവാ മരിയ മഹാത്മ്യം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. ഭാഗം 1. സ്വർലോകരാജ്ഞിയുടെ വ്യാഖ്യാനം. അധ്യായം 1. ഞങ്ങളുടെ രാജ്ഞിയും ഞങ്ങളുടെ മാതാവുമായ മറിയം. 3-ാം ഭാഗം. മാതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ മഹത്വം. മറിയം നമ്മുടെ മാതാവാകയാൽ അവൾക്ക് നമ്മോടുള്ള സ്നേഹം എത്ര വലുതും മഹനീയവുമാണ് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. കുട്ടികളോടുള്ള സ്നേഹം ആവശ്യമായ ഒരു ആത്മവാസനയാണെന്നും മാതാപിതാക്കളെ സ്നേഹിക്കുവാനുള്ള കടമ ദൈവിക നിയമം കുട്ടികളിൽ കൽപ്പിച്ചേൽപ്പിക്കുന്നതിന് കാരണം അതാണ് എന്നും വിശുദ്ധ തോമസ് പറയുന്നു. എന്നാൽ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണമെന്ന് വ്യക്തമായി കൽപ്പിക്കുന്നില്ല. കാരണം പ്രകൃതി സകല സൃഷ്ടികളിലും ശക്തമായി അത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ അംബ്രോസ് പറയുന്നു, കുട്ടികൾക്ക് വേണ്ടി ആപത്ത് ഏറ്റുവാങ്ങുവാനും ഒരു അമ്മ സന്നദ്ധയാകും എന്ന് നമുക്കറിയാം. ഏറ്റവും നിഷ്ഠൂരമായ വന്യമൃഗങ്ങൾക്ക് പോലും അവയുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. വേട്ടക്കാർ കടുവാ കുഞ്ഞുങ്ങളെ യാനത്തിലും മറ്റും കയറ്റിക്കൊണ്ടു പോകുമ്പോൾ കടുവകൾ വെള്ളത്തിലൂടെ നീന്തി അവയ്ക്കടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കടുവകൾക്ക് കുഞ്ഞുങ്ങളെ മറക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ മറക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് നമ്മുടെ സ്നേഹമയിയായ മാതാവ് മറിയം ചോദിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ മറന്നാൽ പോലും എൻ്റെ കുട്ടിയായി തീർന്ന ഒരു ആത്മാവിനെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അവൾ കൂട്ടിച്ചേർക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറിയം നമ്മുടെ മാതാവാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശാരീരികമായിട്ടല്ല, സ്നേഹത്തിലൂടെയാണ് അത്. സ്നേഹത്തിൻ്റെ മാതാവാണ് ഞാൻ. അതിനാൽ നമ്മോടുള്ള സ്നേഹം മാത്രമാണ് അവളെ നമ്മുടെ മാതാവാക്കുന്നത്. ഒരുവൻ ഇങ്ങനെ പ്രസ്താവിച്ചു, സ്നേഹത്തിൻ്റെ മാതാവായിരിക്കുന്നതിൽ അവൾ മഹത്വം കൊള്ളുന്നു. കാരണം തൻ്റെ മക്കളായി ദത്തെടുത്ത നമ്മോട് അവൾക്ക് സ്നേഹം മാത്രമേയുള്ളൂ. ദുരിതത്തിലകപ്പെട്ടവരോട് മറിയത്തിനുള്ള സ്നേഹം ആർക്ക് വിവരിക്കാനാവും? ഷാൽത്രയിലെ ആർണോൾഡ് നമ്മോടിങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് സ്വപുത്രനോടൊപ്പം മരിക്കുവാൻ അവളും തീവ്രമായി ആഗ്രഹിച്ചു. അത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു. വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, പുത്രൻ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ മറിയം ആ പീഡകർക്ക് സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി. അത് നമ്മോടുള്ള സ്നേഹം മൂലമായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ നല്ല അമ്മ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. മറിയത്തിന് മനുഷ്യരോടുള്ള ഈ മഹൽ സ്നേഹത്തിന് ഒന്നാമത്തെ കാരണം അവൾക്ക് ദൈവത്തോടുള്ള അത്യധികമായ സ്നേഹമാണ്. ദൈവസ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും ഒരേ കൽപ്പനയിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നു. ഈ കൽപ്പന നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണിത്. തന്മൂലം ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റേതും വർദ്ധിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഫലമായി വിശുദ്ധർ അയൽക്കാർക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ചെയ്ത ത്യാഗപൂർണമായ അധ്വാനം ഓർക്കുക. ദരിദ്രരും പാവങ്ങളുമായ അപരിഷ്കൃത ജനങ്ങളുടെ ആത്മരക്ഷയ്ക്കായി അവരെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹം 1000 ആപത്തുകൾ നേരിട്ടു. പർവ്വതങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. വന്യമൃഗങ്ങളെപ്പോലെ ഗുഹകളിൽ വസിച്ചിരുന്ന പാവം മനുഷ്യരെ തേടിച്ചെന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ കാര്യം നോക്കുക. ഛബ്ലായിയാസിലെ മതനിന്ദകരെ മാനസാന്തരപ്പെടുത്തുന്നതിന് 1 വർഷം മുഴുവൻ ഓരോ പ്രഭാതത്തിലും തൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഒരു നദിയുടെ മറുകരയുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനു വേണ്ടി തണുത്തുറഞ്ഞ ഒരു തുലാത്തിന് മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുമായിരുന്നു അദ്ദേഹം. വിശുദ്ധ പൗളിനോസ് സ്വയം അടിമയായി തീർന്നു. ദരിദ്രയായ ഒരു വിധവയുടെ പുത്രന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിരുന്നു അത്. വിശുദ്ധ ഫിഡലിയൂസ് തൻ്റെ ജീവൻ അപകടത്തിലാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കൂട്ടം മതവിരോധികളെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി അവരോട് തുടർച്ചയായി പ്രസംഗിക്കുവാൻ പോയി. വിശുദ്ധന്മാർ ദൈവത്തെ ഏറെ സ്നേഹിച്ചിരുന്നതിനാൽ തങ്ങളുടെ അയൽക്കാർക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്തു.
എന്നാൽ മറിയം സ്നേഹിച്ച അത്രയും ആരാണ് ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ളത്? അവളുടെ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ സകല വിശുദ്ധരും മാലാഖമാരും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഇനിയും സ്നേഹിക്കാൻ ഇരിക്കുന്നതിനേക്കാളേറെ മറിയം ദൈവത്തെ സ്നേഹിച്ചു. അവളുടെ നന്മകളെക്കുറിച്ചും പുണ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ ഇത് വിശദമാക്കാം. ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം തന്നിൽ ജ്വലിച്ചിരുന്നുവെന്ന് ക്രൂശിതയായ സിസ്റ്റർ മേരിക്ക് നമ്മുടെ പരിശുദ്ധ കന്യക തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഭൂമിയും സ്വർഗങ്ങളും ആ അഗ്നിയിൽ വെച്ചാൽ ആ നിമിഷം അവ ചാമ്പലാകുമായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ സെറാഫിമിൻ്റെ ശ്രമങ്ങൾ കേവലം കുളിർകാറ്റ് പോലെ മാത്രമാകുമായിരുന്നു. സകല വാഴ്ത്തപ്പെട്ട ആത്മാക്കളുടെയും ഇടയിൽ മറിയത്തെപ്പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ആരുമില്ല. ദൈവം കഴിഞ്ഞാൽ മറിയത്തേക്കാൾ ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരാളില്ല, ഉണ്ടാവുകയുമില്ല. അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം, ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പരസ്പരമുള്ള സ്നേഹം, മാലാഖമാർക്കും വിശുദ്ധർക്കും തങ്ങളോട് അപേക്ഷിക്കുന്നവരോടുള്ള സ്നേഹം, ഇതെല്ലാം ചേർത്ത് വെച്ചാലും മറിയത്തിന് ഒരൊറ്റ ആത്മാവിനോടുള്ള സ്നേഹത്തോളം വരില്ല. ഫാദർ നിയറംബെർഗ് പറയുന്നു, സകല അമ്മമാർക്കും മക്കളോടുണ്ടായിരുന്ന സ്നേഹം മറിയത്തിന് നാം ഓരോരുത്തരോടുമുള്ള സ്നേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേവലം ഒരു നിഴൽ മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, സകല മാലാഖമാരെയും വിശുദ്ധരെയും ഒരുമിച്ച് ചേർത്താലും അവരെക്കാളെല്ലാം അധികമായി നമ്മെ സ്നേഹിക്കുന്നത് മറിയം മാത്രമാണ്. കൂടാതെ നമ്മുടെ അമ്മ നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ പ്രിയ യേശു മരണനിമിഷത്തിന് തൊട്ടു മുമ്പ് നമ്മെ ഏവരെയും അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. കുരിശുമരണത്തിന് മുമ്പ് യേശു പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. നാം നേരത്തെ കണ്ടതുപോലെ വിശുദ്ധ യോഹന്നാൻ്റെ വ്യക്തിസ്വരൂപത്തിൽ നാം എല്ലാവരും പ്രതിനിധാനം ചെയ്യപ്പെട്ടിരുന്നു. ഇത് അവിടുത്തെ അവസാന വാക്കുകളായിരുന്നു. നാം സ്നേഹിക്കുന്ന വ്യക്തികളുടെ അന്ത്യാഭിലാഷവും അവസാന വാക്കുകളും നാം പാവനമായി നിധി പോലെ സൂക്ഷിക്കും. ഒരിക്കലും അവയെ മറക്കുകയില്ല. നാം മറിയത്തിന് ഏർപ്പെടുത്തുന്ന സഹനങ്ങളുടെ പേരിൽ നാം അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അമ്മമാർ തങ്ങളുടെ കുട്ടികളിൽ ആരുടെ ജീവൻ നിലനിർത്താനാണോ താൻ ഏറെ ക്ലേശിക്കേണ്ടി വരുന്നത്, ആരാണോ തനിക്ക് ഏറെ ഉത്കണ്ഠയും ദുഃഖവും ഉളവാക്കുന്നത്, അവരെയാണ് പൊതുവെ കൂടുതൽ സ്നേഹിക്കുന്നത്. നാം മറിയത്തിൻ്റെ അത്തരത്തിലുള്ള മക്കളാണ്. കൃപയുടെ ജീവൻ നമുക്ക് നേടിത്തരാൻ തൻ്റെ പ്രിയ പുത്രനായ യേശുവിനെ തന്നെ ഏറ്റവും അപമാനകരവും നിന്ദ്യവും ക്രൂരവുമായ മരണത്തിന് വിട്ടുകൊടുത്ത് ആ തിക്താനുഭവവും തീവ്ര ദുഃഖവും അനുഭവിക്കുവാൻ മറിയം ബാധ്യസ്ഥയായി. അതിക്രൂരവും കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്കിടെ സ്വന്തം കൺമുൻപിൽ വെച്ച് സ്വപുത്രൻ മരണം വരിക്കുന്നത് കാണുവാൻ ആ അമ്മ നിർബന്ധിതയായി. മറിയത്തിൻ്റെ ഈ മഹായാതനയിലൂടെ, സഹനത്തിലൂടെയാണ് നാം കൃപയുടെ ജീവിതത്തിലേക്ക് ജനിച്ചത്. ഇത്രയധികം യാതനയും സഹനവും മറിയത്തിന് ഉളവാക്കിയത് മൂലം നാം അവളുടെ പ്രിയപ്പെട്ട മക്കളായി തീർന്നു. അങ്ങനെ തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി മരണത്തിന് നൽകിയതിലൂടെ നിത്യപിതാവിന് മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ ബെനവന്തുര പറയുന്നു, അതുപോലെ മറിയത്തെക്കുറിച്ച് അങ്ങനെ പറയാം. തൻ്റെ ഏകജാതനെ നമുക്കായി നൽകത്തക്ക വിധം മറിയം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. എപ്പോഴാണ് അവൾ അവനെ നൽകിയത്? ഫാദർ നിയറംബെർഗ് പറയുന്നത് പോലെ മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൾ അവന് അനുവാദം നൽകിയപ്പോഴാണത്. ഭയം കൊണ്ടോ വെറുപ്പ് മൂലമോ മറ്റുള്ളവർ അങ്ങനെ ചെയ്യാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ അവൾ അവനെ നമുക്കായി നൽകി. ന്യായാധിപന്മാരുടെ മുൻപിൽ അവൾ തൻ്റെ പുത്രൻ്റെ ജീവന് വേണ്ടി കെഞ്ചുമായിരുന്നു. ഇത്രയും ബുദ്ധിമതിയും സ്നേഹമയിയും ആയ ഒരമ്മയുടെ വാക്കുകൾക്ക് പിലാത്തോസെങ്കിലും ഏറെ വില കൽപ്പിക്കുമായിരുന്നു എന്ന് ന്യായമായും ഊഹിക്കാവുന്നതാണ്. കുറ്റമില്ലാത്തവനാണെന്ന് തനിക്കറിയുകയും അത് താൻ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ മരണത്തിന് വിധിക്കുന്നതിൽ നിന്ന് പിലാത്തോസിനെ തടയുവാൻ ആ വാക്കുകൾക്ക് കഴിയുമായിരുന്നു. ഇല്ല, മറിയം തൻ്റെ പുത്രന് അനുകൂലമായി ഒരു വാക്കുപോലും ഉരിയാടുകയില്ല. കാരണം നമ്മുടെ മുഴുവൻ രക്ഷ എന്തിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത്, ആ മരണം തടയാൻ അവൾ സ്വയം അനുവദിക്കുമായിരുന്നില്ല. അവസാനമായി അവൻ്റെ മരണത്തിന് മുൻപുള്ള 3 മണിക്കൂർ സമയം അവൾ കുരിശിൻ ചുവട്ടിൽ കഴിച്ചുകൂട്ടി. ആ സമയത്ത് 1000 തവണ അവൾ അവനെ നമുക്ക് നൽകി. ആ സമയം മുഴുവൻ ഏറ്റവും തീവ്രമായ ദുഃഖത്തോടും അതിരറ്റ സ്നേഹത്തോടും കൂടി നമുക്ക് വേണ്ടി തൻ്റെ പുത്രൻ്റെ ജീവൻ ദാനം ചെയ്തു. ഏറെ ഉറപ്പോടെ ദൃഢതയോടെയാണ് അവൾ ഇത് ചെയ്തതെന്ന് വിശുദ്ധ ആൻസലേമും വിശുദ്ധ അന്റോണിയോസും പറയുന്നു.
പീഡകർ നിർബന്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വപുത്രൻ്റെ മരണം ഇച്ഛിച്ച നിത്യപിതാവിനെ അനുസരിക്കുവാൻ മറിയം തന്നെ സ്വപുത്രനെ കുരിശിൽ തറയ്ക്കുമായിരുന്നു. സ്വപുത്രൻ്റെ ജീവൻ സ്വന്തം കരങ്ങളാൽ ബലിയർപ്പിക്കുവാനുള്ള സന്നദ്ധത അബ്രാഹാം പ്രകടിപ്പിച്ചു എങ്കിൽ അതിലേറെ ധൈര്യത്തോടും സഹനശക്തിയോടും കൂടി മറിയം തൻ്റെ പുത്രൻ്റെ ജീവൻ ബലി കഴിക്കുമായിരുന്നു. അബ്രാഹത്തേക്കാൾ 10 മടങ്ങ് പരിശുദ്ധിയും അനുസരണയും ഉള്ളവളാണ് മറിയം. നാം മറിയത്തോട് കടപ്പെട്ടിരിക്കുന്ന കൃതജ്ഞത പരിഗണിക്കുന്നതിലേക്ക് നമുക്ക് മടങ്ങാം. നമ്മുടെ ഏവരുടെയും നിത്യരക്ഷ നേടിയെടുക്കുവാൻ സ്വപുത്രൻ്റെ ജീവൻ ബലിയർപ്പിക്കുക എന്ന വേദനാപൂർണമായ കൃത്യം, സ്നേഹത്തിൻ്റെ ഇത്രയും മഹനീയമായ പ്രവൃത്തി നിർവഹിച്ചതിന് നാം അവളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. സ്വപുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായതിൻ്റെ പേരിൽ ദൈവം അബ്രാഹത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. എന്നാൽ അബ്രഹാമിൻ്റെ പുത്രനേക്കാൾ ഏറെ കുലീനനും സ്നേഹനിധിയും ആയ ഒരു പുത്രൻ്റെ ജീവനു പകരം, അവളുടെ യേശുവിൻ്റെ ജീവനു പകരം എന്താണ് നമുക്ക് പകരം സാധിക്കുക? വിശുദ്ധ ബെനവന്തുരെ പറയുന്നു, മറിയത്തിൻ്റെ ഈ സ്നേഹം അവളെ സ്നേഹിക്കുവാൻ നമ്മെ ബാധ്യസ്ഥരാക്കി. കാരണം നമ്മോടുള്ള സ്നേഹത്തിൽ അവൾ ഏവരെയും അതിജീവിച്ചു എന്ന് നാം കാണുന്നു. തന്നെക്കാളേറെ സ്നേഹിച്ചിരുന്ന ഏകപുത്രനെയാണ് അവൾ നമുക്ക് വേണ്ടി നൽകിയത്. ഇതിൽ നിന്ന് മറിയത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം ഉരുത്തിരിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ വാങ്ങിയത് അവൾ നമ്മിൽ ദർശിക്കുന്നു. 20 വർഷക്കാലത്തെ തടവ് ശിക്ഷ, യാതന എന്നിവ സഹിച്ച് ഒരമ്മയുടെ പ്രിയപുത്രൻ ഒരു ദാസനെ രക്ഷിച്ചു എന്ന് കരുതുക. ആ അമ്മ അതറിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ മാത്രം ആ ദാസനെ എത്രമാത്രം വിലമതിക്കും. പാവം മനുഷ്യരെ രക്ഷിക്കാനാണ് തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് മറിയത്തിന് നന്നായി അറിയാം. അവിടുന്ന് തന്നെ അത് വ്യക്തമാക്കി. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മരണം വരെ അനുസരണമുള്ളവനായിരുന്നതുകൊണ്ട് നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി നമുക്കായി ജീവൻ തന്നെ ബലിയർപ്പിക്കുവാൻ അവിടുന്ന് തയ്യാറായി. അപ്പോൾ മറിയം നമ്മെ കുറച്ച് മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ രക്ഷയുടെ വിലയായ തൻ്റെ പുത്രൻ്റെ രക്തത്തെ അത്രയ്ക്ക് കുറച്ച് മാത്രമേ അവൾ വിലവെച്ചിരുന്നുള്ളൂ എന്ന് കരുതണം. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിന് ഇങ്ങനെ ഒരു വെളിപാടുണ്ടായി. ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന സമയം മുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറിയം ഒന്നും ചെയ്തില്ല. നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവപുത്രനെ എത്രയും വേഗം ലോകത്തിലേക്ക് അയക്കണമേ എന്ന് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. അവൾ നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഇതിലേറെ എത്രമാത്രം നാം ഊഹിക്കണം. തൻ്റെ പുത്രൻ നമ്മെ അത്രമാത്രം വിലമതിക്കുന്നു എന്നും അത്രയും വലിയ ഒരു വില നൽകി നമ്മെ വാങ്ങുന്നതിൽ അവൻ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചില്ല എന്നും അവൾ കണ്ടു കഴിഞ്ഞതിനാൽ അവൾ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൽ ഇനിയും നാം എന്തുമാത്രമാണ് സങ്കല്പിക്കേണ്ടത്. സകല മനുഷ്യരും യേശുവിനാൽ രക്ഷിക്കപ്പെട്ടു എന്നതിനാൽ മറിയം അവരെയെല്ലാം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. സൂര്യനെ ഉടയാടിയാക്കിയ നിലയിൽ വെളിപാടിൽ വിശുദ്ധ യോഹന്നാൻ കണ്ടത് അവളെയായിരുന്നു. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവൾ സൂര്യനെ ഉടയാടയാക്കി അണിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം സൂര്യൻ്റെ ചൂടിൽ നിന്ന് മറയ്ക്കപ്പെടാവുന്ന ഒരാളും ഭൂമിയിലില്ല. അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ കഴിയുന്ന ഒരുവനുമില്ല. അതിനാൽ മറിയത്തിൻ്റെ സ്നേഹം നിഷേധിക്കപ്പെടാവുന്ന ഒരുവനും ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ ചൂടിൽ നിന്ന് വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് ജോർദാനോ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലെ മറിയത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്. ഏറ്റവും സ്നേഹമയിയായ ഈ അമ്മ നമ്മോട് കാണിക്കുന്ന തരളിതമായ വാത്സല്യത്തെക്കുറിച്ച് ഒരാശയം രൂപീകരിക്കുവാൻ ആർക്ക് കഴിയും എന്ന് വിശുദ്ധ അന്തോണിയോസ് ചോദിക്കുന്നു. ഓരോരുത്തരിലും കരുണ ചൊരിഞ്ഞുകൊണ്ടുള്ള വാത്സല്യം കാരണം നമ്മുടെ ഈ നല്ല മാതാവ് സകലരുടെയും രക്ഷ ആഗ്രഹിച്ചു. അത് ലഭ്യമാക്കുന്നതിനായി സഹകരിച്ചു. മുഴുവൻ മനുഷ്യരാശിയെയും കുറിച്ച് അവൾക്ക് ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് എന്ന് വിശുദ്ധ ബെർണാഡ് പറയുന്നു. അങ്ങനെ മറിയത്തിൻ്റെ ചില ഭക്തർ പരിശുദ്ധ കന്യക കർത്താവിനോട് മനുഷ്യരാശിക്ക് വേണ്ടി യാചിക്കുന്ന കൃപകൾ തങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവിനോട് യാചിക്കുന്ന പതിവുണ്ടായി. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയോജനകരമായി അവർ വിജയം നേടുകയുണ്ടായി എന്ന് കൊർണേലിയൂസ് എലാപിതെ പറയുന്നു. അവർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവെ, ഏറ്റവും പരിശുദ്ധിയായ കന്യാമറിയം എനിക്ക് വേണ്ടി യാചിക്കുന്നത് എനിക്ക് നൽകണമേ. ഇതേ എഴുത്തുകാരൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: ഒരുപക്ഷെ നാം നമുക്ക് വേണ്ടി ഇച്ഛിക്കാവുന്നതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ മാതാവ് നമുക്ക് വേണ്ടി ഇച്ഛിക്കുന്നു എന്നത് ഒട്ടും അതിശയകരമല്ല. ഭക്തനായ ബെർണാഡിൻ ദെ ബെസ്റ്റിസ് ഇങ്ങനെ പറഞ്ഞു: മറിയം നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
നമുക്ക് സ്വീകരിക്കാവുന്നതിൽ ഏറെ കൃപകൾ നമുക്ക് നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വാഴ്ത്തപ്പെട്ട മഹാനായ ആൽബർട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ വാക്കുകൾ മറിയത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ ഉപയോഗിക്കുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. അന്വേഷിക്കുന്നതിന് മുൻപേ അവളെ കണ്ടെത്തത്തക്ക വിധം തന്നോട് അപേക്ഷിക്കുന്നവരെ മറിയം മുൻകൂട്ടി അറിയുന്നു. വിശുദ്ധ ലോറൻസിൻ്റെ റിച്ചാർഡ് ഇങ്ങനെ പറയുന്നു: ഈ നല്ല അമ്മ നമ്മോട് കാട്ടുന്ന സ്നേഹം ഏറെ മഹത്തരമാണ്. നമ്മുടെ ആവശ്യങ്ങൾ താൻ മനസ്സിലാക്കുന്നതിനോടെ അവൾ നമ്മുടെ സഹായത്തിനെത്തുന്നു. നാം വിളിക്കുന്നതിന് മുൻപേ അവൾ ഓടിയെത്തിയിരിക്കും. ഇനി മറിയം ഏവർക്കും ഏറ്റവും നല്ലവളാണെങ്കിൽ, നന്ദിയില്ലാത്തവർക്കും അജ്ഞരായവർക്കും പോലും അങ്ങനെയാണെങ്കിൽ, അവളെ സ്നേഹിക്കാതിരിക്കുകയും അവളോട് അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവരോടും അവൾ നല്ലവളാണെങ്കിൽ, അവളെ സ്നേഹിക്കുകയും മിക്കപ്പോഴും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരോട് എത്രയേറെ സ്നേഹമുള്ളവളായിരിക്കും അവൾ. അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തും. വാഴ്ത്തപ്പെട്ട ആൽബർട്ട് കൂട്ടിച്ചേർക്കുന്നു: മറിയത്തെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹവും അനുകമ്പയും നിറഞ്ഞവളായി അവളെ കണ്ടെത്തുന്നത് എത്രയോ എളുപ്പമാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു എന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ വാക്കുകൾ പോലെ തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയല്ലാതെ തനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന് മറിയം തറപ്പിച്ചു പറയുന്നു. വിശുദ്ധ ബെർണാഡ് പറയുന്നത്: ഏറ്റവും സ്നേഹമയിയായ ഈ മാതാവ് സകല മനുഷ്യരെയും തൻ്റെ മക്കളെ എന്നതുപോലെ സ്നേഹിക്കുന്നുവെങ്കിലും അവൾ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതായത് പ്രത്യേകിച്ചൊരു രീതിയിലാണ് തന്നെ ഏറ്റവും തരളമായി സ്നേഹിക്കുന്നവരെ അവൾ സ്നേഹിക്കുന്നത് എന്നും, മറിയത്തെ സ്നേഹിക്കുന്ന സന്തുഷ്ടരായ ഈ വ്യക്തികളെ മറിയം സ്നേഹിക്കുക മാത്രമല്ല ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു എന്നും വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് ജോർദാനോ പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടെത്തുന്നവർ എല്ലാം കണ്ടെത്തുന്നു. കാരണം അവളെ സ്നേഹിക്കുന്നവരെ അവൾ സ്നേഹിക്കുന്നു. അതിനേക്കാളേറെ അവളെ ശുശ്രൂഷിക്കുന്നവരെ അവൾ ശുശ്രൂഷിക്കുന്നു. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സന്യാസ സഭാ ചരിത്രത്തിൽ ഒരു കഥ വിവരിക്കപ്പെടുന്നു. ലിയോനാർഡ് എന്നുപേരുള്ള ഒരു വൈദികൻ ഒരു ദിവസം 200 തവണ കരുണയുടെ മാതാവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുമായിരുന്നു. അവസാനം താൻ രോഗബാധിതനായപ്പോൾ അതിമനോഹരിയായ ഒരു രാജ്ഞി തൻ്റെ പക്കൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം കണ്ടു. അവൾ ഇങ്ങനെ പറഞ്ഞു: ലിയോനാർഡ്, നീ മരണം വരിച്ച് എൻ്റെ പുത്രനോടും എന്നോടുമൊപ്പം വസിക്കുമോ? അദ്ദേഹം ചോദിച്ചു: അങ്ങ് ആരാണ്? ഏറ്റവും പരിശുദ്ധിയായ കന്യക മറുപടി പറഞ്ഞു: ഞാൻ കരുണയുടെ മാതാവാണ്. നീ പലതവണ എന്നോട് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. നോക്കൂ, ഇപ്പോൾ ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. നമുക്ക് ഒരുമിച്ച് പറുദീസായിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാം. ലിയോനാർഡ് ആ ദിവസം തന്നെ മരിച്ചു. വാഴ്ത്തപ്പെട്ടവരുടെ രാജ്യത്തിലേക്ക് അവളെ അനുഗമിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. ഈശോ സഭയിലെ വന്ധ്യ ജോൺ ബെർക്ക്മാൻസ് ഇങ്ങനെ ഉദ്ഘോഷിച്ചു: ഏറ്റവും മാധുര്യമേറിയ മറിയമേ, അങ്ങയെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹീതൻ. ഞാൻ മറിയത്തെ സ്നേഹിക്കുന്നു എങ്കിൽ സ്ഥിരോത്സാഹത്തെപ്പറ്റി എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് ലഭിക്കും. അതിനാൽ ഭക്തനായ യുവാവ് തൻ്റെ പ്രതിജ്ഞ പുതുക്കുന്നതിലും അതുപോലെ തന്നെ ഞാൻ മറിയത്തെ സ്നേഹിക്കും എന്ന് ആവർത്തിച്ച് പറയുന്നതിലും മടുപ്പ് കാണിച്ചില്ല. ഓ, ഈ നല്ല അമ്മയുടെ സ്നേഹം അവളുടെ സകല മക്കളുടെയും സ്നേഹത്തേക്കാൾ എത്രയോ അധികമായിരിക്കും. അവർക്ക് കഴിയുന്നത്ര അവൾ സ്നേഹിക്കട്ടെ. മറിയം എല്ലായ്പ്പോഴും താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുടെ ഇടയിലുണ്ടാകും എന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നു. വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് കോസ്ക സ്നേഹിച്ചതുപോലെ അത്രയും തരളമായി അവർ അവളെ സ്നേഹിക്കട്ടെ. കാരണം അവളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് കേട്ട ശ്രോതാക്കൾ മുഴുവൻ അവളെ സ്നേഹിച്ചു തുടങ്ങി. അവളുടെ നാമത്തെ ആദരിക്കുവാനും വണങ്ങുവാനും വേണ്ടി അദ്ദേഹം പുതിയ വാക്കുകളും പദവികളും നാമധേയങ്ങളും ഉണ്ടാക്കി. അവളുടെ തിരുസ്വരൂപത്തിൽ നോക്കി അനുഗ്രഹം യാചിക്കാതെ അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല. അവളുടെ പ്രാർത്ഥനയായ ജപമാല ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ബാഹ്യമായ വാത്സല്യ പ്രകടനത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. മറിയത്തോട് നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്നത് പോലെ പരിശുദ്ധ രാജ്ഞി പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആത്മാവും മുഖവും സ്നേഹം കൊണ്ട് ജ്വലിച്ചിരുന്നു. ഒരു ദിവസം സഭാസമൂഹത്തിലെ ഒരു വൈദികൻ ചോദിച്ചു: പരിശുദ്ധ കന്യകയുടെ ഒരു ചിത്രം കാണുവാൻ ആരെങ്കിലും തന്നോടൊപ്പം പോരുന്നുണ്ടോ എന്ന്. അദ്ദേഹം മറിയത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഫാദർ, അവളെൻ്റെ അമ്മയാണ്. അതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാണ്? ഫാദർ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: ആ യുവാവ് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ശബ്ദത്തിനൊരു പ്രത്യേക താരള്യം ഉണ്ടായിരുന്നു. മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരുന്നു. അതേസമയം അയാളുടെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നത്. അത് പറഞ്ഞത് ഒരു യുവാവാണ് എന്ന് തോന്നിയില്ല. പ്രത്യേക ഒരു മാലാഖ മറിയത്തോടുള്ള സ്നേഹം വർണ്ണിക്കുന്നത് പോലെ തോന്നി. വാഴ്ത്തപ്പെട്ട ഹെർമൻ സ്നേഹിച്ചതുപോലെ നമുക്ക് അവളെ സ്നേഹിക്കാം. തൻ്റെ സ്നേഹത്തിൻ്റെ ഇണയെന്നാണ് അദ്ദേഹം അവളെ വിളിച്ചത്. കാരണം മറിയം ഇതേ പേരുപയോഗിച്ച് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. വിശുദ്ധ ഫിലിപ്പ് നേരി സ്നേഹിച്ചതുപോലെ
നമുക്ക് അവളെ സ്നേഹിക്കാം. മറിയത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ അദ്ദേഹത്തിന് സമാശ്വാസം അരുളിയിരുന്നു. അതിനാൽ അദ്ദേഹം അവളെ തൻ്റെ ആഹ്ലാദം അഥവാ ആനന്ദം എന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധ ബെനവന്തുരെ സ്നേഹിച്ചതുപോലെ നമുക്ക് അവളെ സ്നേഹിക്കാം. അദ്ദേഹം അവളെ മാതാവ്, തൻ്റെ കന്യക എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. തൻ്റെ തരളവാത്സല്യം പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹം അവളെ തൻ്റെ ഹൃദയമെന്നും ആത്മാവെന്നും വിളിച്ചു. എൻ്റെ കന്യകയെ, എൻ്റെ മാതാവേ, അല്ല എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, സ്വസ്തി. മറിയത്തെ ഏറ്റവും അധികം സ്നേഹിച്ച വിശുദ്ധ ബെർണാഡിനെ പോലെ നമുക്ക് അവളെ സ്നേഹിക്കാം. ഹൃദയങ്ങളെ ബലാത്കാരേണ കീഴടക്കി ആനന്ദ നിർവൃതി ഉളവാക്കുന്ന അപ്രതിരോധ ശക്തിയുള്ളവളെ എന്ന് വിളിക്കുവാനും മാത്രം ഏറ്റവും മാധുര്യമേറുന്ന ഈ അമ്മയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അവളോട് അദ്ദേഹത്തിനുള്ള തീക്ഷ്ണ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഓ രാജ്ഞി, അങ്ങൻ്റെ ഹൃദയത്തെ ബലാത്കാരേണ കീഴടക്കി പരമാനന്ദ ലഹരി ഉളവാക്കിയില്ലേ. അവൾക്ക് പ്രിയപ്പെട്ട സിയന്നായിലെ വിശുദ്ധ ബെർണാഡിനെ പോലെ നമുക്ക് അവളെ വിളിക്കാം. അദ്ദേഹം ദിവസവും മറിയത്തിൻ്റെ ഭക്തി സ്വരൂപം ദർശിക്കുവാൻ പോകുമായിരുന്നു. അവിടെ തൻ്റെ രാജ്ഞിയോടുള്ള തരള സല്ലാപത്തിൽ അദ്ദേഹം തൻ്റെ സ്നേഹം വ്യക്തമാക്കി. ദിവസവും എവിടെ പോകുന്നു എന്ന് അദ്ദേഹത്തോട് ചിലർ തിരക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളെ സന്ദർശിക്കുവാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയെപ്പോലെ നമുക്കവളെ സ്നേഹിക്കാം. മറിയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇടമുറിയാതെ ജ്വലിക്കുകയായിരുന്നു. അവൻ്റെ അമ്മയുടെ മാധുര്യമേറിയ നാമം ഉച്ചരിക്കുന്ന കേൾക്കുമ്പോഴൊക്കെ അവൻ്റെ ഹൃദയം ജ്വലിക്കും. ഏവർക്കും ദൃശ്യമായിരുന്ന ഒരു പ്രത്യേക അഗ്നി അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രശോഭിതമാക്കി. വിശുദ്ധ ഫ്രാൻസിസ് സൊളാനോ സ്നേഹിച്ച അത്രയും നമുക്കും സ്നേഹിക്കാം. മറിയത്തോടുള്ള സ്നേഹം നിമിത്തം പരിശുദ്ധമായൊരു സ്നേഹം ബാധിച്ചവനെ പോലെ ആയിരുന്നു അദ്ദേഹം. അവളുടെ ചിത്രത്തിന് മുൻപിൽ നിന്ന് അദ്ദേഹം പാടുമായിരുന്നു. വാദ്യോപകരണത്തിൻ്റെ അകമ്പടിയോടെ ആയിരുന്നു ഗാനാലാപം. കമിതാക്കൾ തങ്ങളുടെ കാമുകിക്ക് അല്ലെങ്കിൽ കാമുകന് വേണ്ടി പ്രേമഗാനം ആലപിക്കുന്നത് പോലെ അദ്ദേഹം തൻ്റെ ഏറ്റവും മാധുര്യമേറിയ രാജ്ഞിക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. അവസാനമായി തൻ്റെ അനേകം ദാസർ അവളെ സ്നേഹിച്ചതുപോലെ നമുക്ക് അവളെ സ്നേഹിക്കാം. തങ്ങളുടെ സ്നേഹം പൂർണ്ണമായി പ്രകടിപ്പിക്കുവാൻ അവർക്ക് ഒരിക്കലും സാധിച്ചിരിക്കില്ല. ഈശോ സഭാംഗമായ ട്രക്സോയിലെ ഫാദർ ജോൺ മറിയത്തിൻ്റെ അടിമ എന്ന പേരിൽ ആഹ്ലാദിച്ചിരുന്നു. അടിമത്തത്തിൻ്റെ അടയാളം എന്ന നിലയിൽ അവളുടെ ആദരാർത്ഥം സമർപ്പിതമായിരുന്ന ഏതെങ്കിലും ദേവാലയം അദ്ദേഹം കൂടെ സന്ദർശിക്കുമായിരുന്നു. ദേവാലയത്തിലെത്തിയാൽ മറിയത്തോടുള്ള തരള സ്നേഹത്തിൻ്റെ കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങും. ചിത്രത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ട് വഴിത്താര മുഴുവൻ മുഖം കൊണ്ടും നാവ് കൊണ്ടും നക്കി തുടച്ചെടുക്കും. 1000 തവണ അതിനെ ചുംബിക്കും. കാരണം അത് തൻ്റെ പ്രിയപ്പെട്ട കന്യകയുടെ ഭവനമായിരുന്നു. ഇതേ സഭയിലെ അംഗമായിരുന്നു ഫാദർ ജെയിംസ് മാർട്ടിനസ്. മരിയ ഭക്തി നിമിത്തം മറിയത്തിൻ്റെ ഓരോ തിരുനാളിലും മാലാഖമാർ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാം എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ഇത്. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഹൃദയങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അവർ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് മറിയത്തെ സ്നേഹിക്കാമായിരുന്നു. സകല മനുഷ്യരുടെയും ജീവൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ അവളോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് അവയെല്ലാം ത്യജിക്കാമായിരുന്നു, സമർപ്പിക്കാമായിരുന്നു. വിശുദ്ധ ബ്രിജിത്തിൻ്റെ പുത്രൻ ചാൾസ് സ്നേഹിച്ചിരുന്നതുപോലെ മറ്റുള്ളവരും അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ മറിയത്തെ ദൈവം അത്രയധികമായി സ്നേഹിച്ചിരുന്നു എന്ന അറിവ് പോലെ മറ്റൊന്നും തന്നെ ലോകത്തിൽ ഇത്രയധികം സമാശ്വസിപ്പിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറിയത്തിൻ്റെ മഹത്വം അല്പമെങ്കിലും നഷ്ടപ്പെടുവാൻ ഇടയാകുന്നതിനേക്കാൾ ഏതൊരു പീഡനവും ഈ മനസ്സോടെ സഹിക്കാൻ താൻ തയ്യാറാകുമായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഒരു കാര്യം സാധ്യമാകുമായിരുന്നെങ്കിൽ അതിന് താൻ സന്നദ്ധനായിരുന്നു. അവളുടെ അത്രയും മഹത്വം അവനുണ്ടെങ്കിൽ അവൾക്ക് അനുകൂലമായി അത് പരിത്യജിക്കുമായിരുന്നു. കാരണം അതാണ് കൂടുതൽ യോഗ്യമായ കാര്യം. മറിയത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ എല്ലാറ്റിനുമുപരി നമുക്ക് ആഗ്രഹിക്കാം. അൽഫോൻസ് റോഡ്രിഗ്സ് അങ്ങനെയാണ് ആഗ്രഹിച്ചത്. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മറിയത്തിൻ്റെ പ്രിയ നാമം നെഞ്ചിൽ കോറിയിട്ടവരെ പോലെ നമുക്ക് മറിയത്തെ സ്നേഹിക്കാം. ഫ്രാൻസിസ് ബിനാൻസിയോ, ക്ലൊത്തേർ രാജാവിൻ്റെ പത്നി റഡാഗുണ്ടിസ് എന്നിവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് ശരീരത്തിൻ്റെ മാംസളമായ ഭാഗത്ത് ഈ പ്രിയപ്പെട്ട നാമം ആലേഖനം ചെയ്തിട്ടുള്ളവരുണ്ട്. അത് കൂടുതൽ വ്യക്തവും നീണ്ടു നിൽക്കുന്നതും ആയിരിക്കാൻ വേണ്ടിയാണത്. സ്നേഹത്തിൻ്റെ ഉഗ്രതയാൽ പ്രചോദിതരായി ഈശോ സഭയിലെ അംഗങ്ങളായ ഭക്തരായ 2 ദാസന്മാർ ബാപ്റ്റിസ്റ്റ് ആർക്കിൻ്റെയും അഗസ്റ്റിൻ ഡി എപ്സിനോസായും അങ്ങനെ ചെയ്തു. ഒരു കമിതാവിന് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കമിതാവിൻ്റെ കാര്യമാണിത്. കാരണം മറിയത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സ്നേഹത്തിൽ അവളോടൊപ്പം ആകാനാവില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊള്ളുക. വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു, ഓ പരിശുദ്ധ കന്യകയെ, അങ്ങ് ഏറ്റവും സ്നേഹമയിയാണ് എന്ന് എനിക്കറിയാം. അജയ്യമായ സ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നും എനിക്കറിയാം. എൻ്റെ മാതാവേ, അങ്ങ് ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ ഒരിക്കലും അതിജീവിക്കാനാവാത്ത സ്നേഹത്തോടെ അങ്ങ് സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഈശോ സഭയിലെ വാഴ്ത്തപ്പെട്ട അൽഫോൻസ് റോഡ്രിഗ്സ് ഒരിക്കൽ മറിയത്തിൻ്റെ ചിത്രത്തിന് മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ഏറ്റവും പരിശുദ്ധയായ കന്യകയോടുള്ള സ്നേഹത്താൽ ഹൃദയം ജ്വലിച്ചിരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനാൽ അദ്ദേഹം ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവേ, അങ്ങെന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന അത്രയും അങ്ങെന്നെ സ്നേഹിക്കുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ വ്രണതയായി എന്നതുപോലെ മറിയം ആ ചിത്രത്തിൽ നിന്ന് പൊടുന്നനെ ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ എന്താണ് പറയുന്നത് അൽഫോൻസ്? നീ എന്താണ് പറയുന്നത്? എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രയോ വലുതാണ്. നിനക്ക് എന്നോടുള്ളതിനേക്കാൾ ഉണ്ടാകാൻ ഇടയുള്ളതിനേക്കാൾ എത്രയോ അധികമാണത്. സ്വർഗത്തിനും ഭൂമിയിലും ഇടയ്ക്കുള്ള ദൂരം നിൻ്റെയും എൻ്റെയും സ്നേഹത്തിനിടയ്ക്കുള്ള ദൂരത്തോളം വലുതല്ല. അപ്പോൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചതിൽ വിശുദ്ധ ബെനവന്തുരെ തികച്ചും ശരിയായിരുന്നു. ഏറ്റവും സ്നേഹമയിയായ ഈ അമ്മയെ സ്നേഹിക്കുന്നവരും അവളുടെ വിശ്വസ്ത ദാസരും ആയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ അനുഗ്രഹീതർ. മറിയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ അനുഗ്രഹീതമായവയാണ്. അവൾക്കായി സ്വയം സമർപ്പിച്ചിട്ടുള്ളവരും അനുഗ്രഹീതർ. ഉവ്, സ്നേഹത്തിൽ അവളെ കീഴടക്കുവാൻ തന്നെ സ്നേഹിക്കുന്ന ഭക്തരെ ഈ പോരാട്ടത്തിൽ ഏറ്റവും കരുണാമയിയായ രാജ്ഞി അനുവദിക്കുന്നില്ല. നമ്മുടെ ബഹുമതിയും സ്നേഹവും അവൾ തിരിച്ചു നൽകുന്നു. പഴയ അനുഗ്രഹങ്ങൾക്ക് പകരം പുതിയവ നൽകി എല്ലായ്പ്പോഴും അവളത് വർദ്ധിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ മറിയം നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ രക്ഷകൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നു. അങ്ങനെ തന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഇരട്ടി അനുഗ്രഹാശിസ്സുകളും വരദാനങ്ങളുമായി തിരിച്ചു നൽകുന്നു. സ്നേഹപരവശനായ വിശുദ്ധ ആൻസലേമിനോടൊപ്പം അപ്പോൾ ഞാൻ ഉദ്ഘോഷിക്കും, എൻ്റെ ഹൃദയം വ്യഥിതവും മതിതവുമാകട്ടെ. അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ആത്മാവ് ഉരുകി ഒലിക്കട്ടെ. ഓ എൻ്റെ പ്രിയ രക്ഷകനായ യേശുവേ, എൻ്റെ പ്രിയ മാതാവായ മറിയമേ, എന്നാൽ അങ്ങയുടെ കൃപ കൂടാതെ എനിക്ക് അങ്ങയെ സ്നേഹിക്കാനാവില്ല. അതിനാൽ എൻ്റെ ആത്മാവിൽ ഓ യേശുവേ മറിയമേ നിങ്ങളുടെ ഗുണങ്ങൾ നിറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാൻ നിങ്ങൾ യോഗ്യരും അർഹരും ആയിരിക്കുന്നതിന് അനുസൃതമായി നിങ്ങളെ സ്നേഹിക്കുവാനുള്ള കൃപ അരുളണമേ. മനുഷ്യരെ സ്നേഹിക്കുന്ന ഓ എൻ്റെ ദൈവമേ, തെറ്റ് ചെയ്ത മനുഷ്യരെ അങ്ങേക്ക് മരണം വരെ സ്നേഹിക്കാനാവും. അങ്ങയുടെയും അങ്ങയുടെ മാതാവിൻ്റെയും ദൈവിക സ്നേഹം യാചിക്കുന്നവർക്ക് അത് നിഷേധിക്കുവാൻ അങ്ങേക്ക് സാധിക്കുമോ? ഉദാഹരണം, ഫാദർ ഔറിയമ്മ ദരിദ്രയായ ഒരു പാവം ഇടയ സ്ത്രീയുടെ കഥ വിവരിക്കുന്നു. അവളുടെ ഏക സന്തോഷം പർവ്വതത്തിന് മുകളിലുള്ള നമ്മുടെ പരിശുദ്ധ കന്യകയുടെ ചെറിയൊരു ചാപ്പൽ സന്ദർശിക്കുക എന്നതായിരുന്നു. ആട്ടിൻപറ്റം മേഞ്ഞു നടക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാവിനോട് സംസാരിക്കുക, അവളെ വണങ്ങുക എന്നതായിരുന്നു അവൾക്ക് പ്രിയപ്പെട്ട പ്രവൃത്തി. കൊത്തിവെച്ച മറിയത്തിൻ്റെ തിരുസ്വരൂപം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന് കണ്ട് അവൾക്കൊരു മേലങ്കി ഉണ്ടാക്കുന്ന ജോലി അവൾ ആരംഭിച്ചു. ഒരു ദിവസം വയലുകളിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് അവൾ ഒരു പൂമാലയുണ്ടാക്കി. ചാപ്പലിൻ്റെ അൾത്താരയിൽ കയറി ആ മാല മറിയത്തിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ കഴുത്തിൽ അണിയിച്ചു. എന്നിട്ട് അവളിങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മേ, അമൂല്യ രത്നങ്ങൾ പതിച്ച ഒരു സ്വർണ്ണ കിരീടം അങ്ങയെ ഞാൻ അണിയിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ദരിദ്രയാണ്. അതിനാൽ അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ മുദ്രയായി ഈ പുഷ്പകിരീടം സ്വീകരിക്കണമേ. ഇതുപോലുള്ള ഭക്തി പ്രകടനങ്ങളിലൂടെ ഭക്തിയായ ആ സ്ത്രീ പരിശുദ്ധ കന്യകയെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ കുട്ടിയുടെ സന്ദർശനങ്ങൾ, അവളുടെ സ്നേഹവാത്സല്യങ്ങൾ, ഇവയ്ക്കെല്ലാം ആ നല്ല അമ്മ പകരം നൽകിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ അവൾ രോഗാതുരയായി മരണത്തിൻ്റെ വക്കോളം എത്തി. 2 സന്യാസികൾ അതുവഴി കടന്നു പോവുകയായി. യാത്രാക്ഷീണം മൂലം അവർ ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചു. ഒരാൾ ഉറങ്ങിപ്പോയി, അപരൻ ഉണർന്നിരുന്നു. പക്ഷേ 2 പേർക്കും ഒരേ ദർശനമുണ്ടായി. 2 പേരും ദർശനത്തിൽ ലക്ഷോപലക്ഷം സുന്ദരിമാരെ കണ്ടു. അവർക്കിടയിൽ അസാധാരണ സൗന്ദര്യവും ഏവരെയും അതിജീവിക്കുന്ന പ്രൗഢിയും ഉള്ള ഒരു സുന്ദരി ഉണ്ടായിരുന്നു. സന്യാസികളിൽ ഒരാൾ അവളോട് സംസാരിച്ചു. അയാൾ ചോദിച്ചു, ഭവതി, അങ്ങ് ആരാണ്? ദുർഘടമായ ഈ പാതയിലൂടെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അവൾ പ്രതിവചിച്ചു, ഞാൻ ദൈവമാതാവാണ്. വിശുദ്ധരായ ഈ കന്യകമാരോടൊപ്പം ഞാൻ ഒരു ഇടയ സ്ത്രീയെ സന്ദർശിക്കാൻ പോവുകയാണ്. മിക്കപ്പോഴും എന്നെ സന്ദർശിക്കാറുണ്ടായിരുന്ന അവൾ മരണക്കിടക്കയിലാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അപ്രത്യക്ഷരായി. ഉടൻ തന്നെ നല്ലവരായ ദേവദാസന്മാർ പറഞ്ഞു, നമുക്ക് പോയി അവളെ കാണാം.
അവർ ഉടനടി പുറപ്പെട്ടു. മരണാസന്നയായ ഇടയ സ്ത്രീയുടെ കുടിൽ കണ്ടുപിടിച്ചു. കുടിലിൽ പ്രവേശിച്ച അവർ കണ്ടത് നിലത്ത് വിരിച്ച കച്ചിയിൽ അവൾ കിടക്കുന്നതാണ്. അവരവളെ അഭിവാദ്യം ചെയ്തു. അവൾ അവരോട് ഇപ്രകാരം പറഞ്ഞു: സഹോദരന്മാരെ, എന്നെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന സംഘത്തെ കാണിച്ചു തരുവാൻ നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കുക. ഉടനെ അവർ മുട്ടുകുത്തി രോഗിണിയായ ഇടയസ്ത്രീയുടെ അടുത്ത് കയ്യിലൊരു കിരീടം പിടിച്ചുകൊണ്ട് അവളെ സമാശ്വസിപ്പിക്കുകയായിരുന്ന മറിയത്തെ അവർ കണ്ടു. പെട്ടെന്ന് കന്യകമാർ ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. ആ മധുരം സ്വരം ശ്രവിച്ച് അനുഗ്രഹീതമായ അവളുടെ ആത്മാവ് ശരീരം വെടിഞ്ഞു. മറിയം കിരീടം അവളുടെ ശിരസിൽ വെച്ച് അവളുടെ ആത്മാവിനെയും സംവഹിച്ച് അതിനെ സ്വർഗത്തിലേക്ക് നയിച്ചു. പ്രാർത്ഥന. ഹൃദയങ്ങളെ ബലാത്കാരേണ കീഴടക്കി പരമാനന്ദമുളവാക്കുന്ന പരിശുദ്ധ കന്യകയെ വിശുദ്ധ ബനവന്തുരയോടൊപ്പം ഞാനിങ്ങനെ ഉദ്ഘോഷിക്കട്ടെ. സ്നേഹം, അനുഗ്രഹം എന്നിവയിലൂടെ ഹൃദയങ്ങളെ എങ്ങനെ കീഴടക്കണമെന്ന് അവിടുത്തെ ദാസരെ കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധ കന്യകയെ, അങ്ങയെ സ്നേഹിക്കുവാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന എൻ്റെ പാവം ഹൃദയത്തെയും അങ്ങ് കീഴടക്കണമേ. എൻ്റെ മാതാവായ അങ്ങയുടെ സൗന്ദര്യത്താൽ ദൈവത്തെ സ്നേഹപരവശനാക്കി കന്യാത്വം നിറഞ്ഞ അങ്ങയുടെ ഗർഭപാത്രത്തിലേക്ക് ആകർഷിച്ചു. അങ്ങയെ സ്നേഹിക്കാതെ തനിക്ക് ജീവിക്കാനാകുമോ? അങ്ങയുടെ ഏറ്റവും സ്നേഹവാനായ ഒരു മകനായ ഈശോ സഭയിലെ ജോൺ ബെർക്കുമാനസിനോടൊപ്പം ഞാനും പറയും: അങ്ങയുടെ സ്നേഹം നേടിയെന്ന് ഉറപ്പുവരുത്താതെ ഞാൻ ഒരിക്കലും വിശ്രമിക്കുകയില്ല. ഇത്രമാത്രം തരളിതയോടെ എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മേ, അങ്ങയോടുള്ള തരളവും സുസ്ഥിരവുമായ സ്നേഹം ഞാൻ ഉറപ്പുവരുത്തട്ടെ. അങ്ങയോട് നന്ദികേട് കാണിക്കുമ്പോൾ പോലും അങ്ങയുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തട്ടെ. ഓ മറിയമേ, ഇത്രയും കാരുണ്യം അങ്ങ് എനിക്ക് നേടിത്തന്നിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ എന്താകുമായിരുന്നു? ഞാൻ സ്നേഹിക്കാത്തപ്പോഴും അങ്ങെന്നെ സ്നേഹിച്ചു. ആകയാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നതിനാൽ എത്രമാത്രം അധികമായി അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയില്ല. ഓ എൻ്റെ മാതാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാത്ത നിർഭാഗ്യവാന്മാരായ സകലരുടെയും സ്ഥാനത്ത് അങ്ങയെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിച്ചെങ്കിൽ, 1000 നാവോടെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ കാരുണ്യം, അങ്ങയെ സ്നേഹിക്കുന്നവരോട് അങ്ങേക്കുള്ള സ്നേഹം എന്നിവ അങ്ങനെ ഏവരും അറിയാനിടയാകട്ടെ. എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ബഹുമതിക്കായി അത് മുഴുവൻ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് പ്രജകളുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം അങ്ങയെ സ്നേഹിക്കുവാൻ ഞാൻ ഇടയാക്കുമായിരുന്നു. ചുരുക്കത്തിൽ അവസരം അനുകൂലമായിരുന്നെങ്കിൽ അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ എൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുമായിരുന്നു. ഓ എൻ്റെ മാതാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അതേസമയം അങ്ങയെ സ്നേഹിക്കേണ്ടതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം സ്നേഹം കമിതാക്കളെ സ്നേഹിക്കപ്പെടേണ്ടവരെ പോലെ ആക്കി തീർക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങയെപ്പോലെയല്ല എന്ന് കണ്ടാൽ അത് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. അങ്ങ് നിഷ്കളങ്കയാണ്, ഞാനാകട്ടെ പാപത്താൽ കളങ്കിതനും. അങ്ങ് ഏറ്റവും എളിമയും വിനയവും ഉള്ളവളാണ്, ഞാനാകട്ടെ അഹന്ത നിറഞ്ഞ വ്യക്തിയും. അങ്ങ് പരിശുദ്ധയാണ്, എന്നാൽ എന്നിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. ഓ മറിയമേ, ഇതാണ് അങ്ങ് ചെയ്യേണ്ടത്. അങ്ങ് എന്നെ സ്നേഹിക്കുന്നതിനാൽ എന്നെയും അങ്ങയെപ്പോലെ ആക്കണമേ. ഹൃദയങ്ങളെ പരിവർത്തന വിധേയമാക്കുവാൻ അവിടുത്തേക്ക് സകല ശക്തിയും അധികാരവുമുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം എടുത്ത് അതിനെ പരിവർത്തിതമാക്കുക. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങേക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക. എന്നെ ഒരു വിശുദ്ധയാക്കണമേ. അങ്ങയുടെ യോഗ്യയായ പുത്രിയാക്കി എന്നെ മാറ്റണമേ. ഇതാണ് എൻ്റെ പ്രത്യാശ. ആമേൻ. ആവേ മരിയ.